ലേവ്യ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന കർത്താവിൻ്റെ 7 ഉത്സവങ്ങൾ ദൈവത്താൽ കൽപ്പിക്കപ്പെട്ടവയാണ്. അവ പുതിയ നിയമത്തിൽ റദ്ദാക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലരും പുതിയ നിയമസഭയും യേശുവിൻ്റെ മരണശേഷം വളരെ കാലം ഈ 7 ഉത്സവങ്ങളും ആചരിച്ചു. ഈ ഉത്സവങ്ങൾ ആചരിക്കാനുള്ള കൽപ്പന അവതരിപ്പിക്കുമ്പോൾ ദൈവം ഒരു പ്രധാന കാര്യം വ്യക്തമാക്കുന്നു. അവ വിരുന്നുകളാണെന്നും ഏതെങ്കിലും പ്രത്യേക വംശീയ അല്ലെങ്കിൽ മതവിഭാഗത്തിൻ്റെ വിരുന്നുകളല്ല, എന്നാൽ വിശുദ്ധ സമ്മേളനമാണെന്നും പറയുന്നു. ദൈവം ജനങ്ങളോട് ഒത്തുകൂടാൻ കൽപ്പിക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ദൈവിക നിയമനങ്ങൾ എന്നും പറയാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയത്, എന്നാൽ നീയോ ആരിൽ നിന്ന് പഠിച്ചു എന്ന് അറിയുകയും ക്രിസ്തു യേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. തിമോത്തിയോസിന്റെ കുട്ടിക്കാലത്ത് പുതിയ നിയമ തിരുസഭാ ചട്ടം നിലവിലില്ലാത്തതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഴയ നിയമത്തെ പരാമർശിക്കുകയായിരുന്നു. വിശുദ്ധ ദിനങ്ങൾ ആചരിക്കുന്നത് ഇന്ന് ബലിയർപ്പണങ്ങളുടെ നിയമം പാലിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നില്ല. AD 70 യെരുശലേം ദേവാലയത്തിന്റെ നാശം മുതൽ അവ അർപ്പിക്കാൻ ലേവ്യ പൗരോഹിത്യമോ ദൈവം നിശ്ചയിച്ച സ്ഥലമോ ഇല്ല. നമുക്കൊരു ക്ഷേത്രവും പൗരോഹിത്യവും ഉണ്ടായിരുന്നെങ്കിൽ പോലും ക്രിസ്തുവിന്റെ ത്യാഗം മൃഗബലിയുടെ ആവശ്യകതയെ അനാവശ്യമാക്കി. ഇന്ന് സഭ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആത്മീയ രാഷ്ട്രമാണ്. സഭ ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കാൻ വിളിക്കപ്പെട്ട വിശ്വാസികളുടെ ഒരു ആത്മീയ സമൂഹമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കി. ഈ യാഗങ്ങളിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കാനും നിയമങ്ങൾ പാലിക്കാനും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ ഇത് സൂചിപ്പിക്കുന്നു.